നമസ്കാരം. നടൻ ശ്രീനിവാസൻ കറുത്തുപോയത് എങ്ങനെയാണ്? വിഷപച്ചക്കറികൾ കഴിച്ച് ബാക്കിയുള്ളവർ ബ്രോയിലർ മനുഷ്യരായി വളരുമ്പോൾ ജൈവ പച്ചക്കറി ഉണ്ടാക്കാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ കഥയാണ് ശ്രീനിവാസന് പറയാനുള്ളത്. ഒപ്പം VT ബലരാമന്റെ ഗുലുമാലും അനൂപ് ജേക്കബിന്റെ അവശ്യസാധന പട്ടികയും പരിശോധിക്കാം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഓണം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. സകല ഉൽപ്പന്നങ്ങളും അന്യനാട്ടിൽ നിന്ന് എത്തിയിട്ട് വേണം മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ. പച്ചക്കറികളുടെ കാര്യമാണ് ഏറെ കഷ്ടം. വിഷം നിറഞ്ഞ പച്ചക്കറികൾ കഴിച്ച് മലയാളി ഓരോ നിമിഷവും രോഗങ്ങളെ വില കൊടുത്ത് വാങ്ങുന്ന തിരക്കിലാണല്ലോ. അരുവിക്കര തെരഞ്ഞെടുപ്പ് കാലത്താണ് തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പരിശോധനയില്ലാതെ പച്ചക്കറി കടത്തിവിടില്ല എന്നൊക്കെ ഉമ്മൻചാണ്ടി നേരിട്ട് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ തട്ടിവിട്ടത്. എന്നിട്ടും ഒരു പരിശോധനയും ഇല്ലാതെ പച്ചക്കറികൾ നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ നേരത്താണ് നടൻ ശ്രീനിവാസനെ പോലുള്ള ചിലർ ജൈവ പച്ചക്കറി വിപ്ലവത്തിന് ഇറങ്ങിത്തിരിച്ചത്. ശ്രീനിവാസനെ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, വെയിൽ കൊണ്ട് കറുത്തുപോയിരിക്കുന്നു. കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ ധാരാളം വെയിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കുറച്ച് കറുത്തു പോയത്. എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല വെളുപ്പായിരുന്നു. കറുപ്പിന് 7 അഴക് എന്നാണല്ലോ. ആ അഴകിൽ വിരിഞ്ഞ ജൈവ പച്ചക്കറികൾ ശ്രീനിവാസന്റെ ഓണം ഗംഭീരമാക്കുകയും ചെയ്യും. എന്നാൽ മലയാളിയുടെ ഓണത്തിനുള്ള വലിയ പ്രത്യേകതയായി ശ്രീനിവാസൻ കാണുന്നത് അതൊന്നുമല്ല. ഓണമൊക്കെ വരികയാണല്ലോ. അപ്പോ അതിനെപ്പറ്റി ഒരു കമന്റ് ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് എൻ്റെ വാട്സാപ്പിൽ അയച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഏകദേശം ഇങ്ങനെയാണ്: ആന്ധ്രയിൽ നിന്നുള്ള അരി, തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ, കർണാടകത്തിൽ നിന്നുള്ള പഴം, ഉത്തർപ്രദേശിൽ നിന്നുള്ള പരിപ്പ്, ഗുജറാത്തിൽ നിന്നുള്ള നെയ്യ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓണസദ്യ ഉണ്ണാൻ ബംഗാളി ഉണ്ടാക്കിയ റോട്ടിലൂടെ ജപ്പാൻകാരുടെ കാറിൽ അതാ മലയാളി വന്നുകൊണ്ടേയിരിക്കും. അമ്മാതിരി പ്രത്യേകതകൾ ഏറെ ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ശ്രീനിവാസന്റെ ശ്രദ്ധേയമായ നിഗമനങ്ങൾ ഇനിയുമുണ്ട്. പച്ചക്കറിയിലേക്ക് വീണ്ടും വരും മുമ്പ് കുറച്ച് അരി പ്രശ്നം കൂടി ചർച്ച ചെയ്യാം. ഓണത്തിരക്കിലേക്ക് വിപണി മാറിയിട്ടും ഭക്ഷ്യവകുപ്പും പൊതുവിതരണ വകുപ്പും അനൂപ് ജേക്കബിന്റെ ശരീരം പോലെ ക്ഷീണത്തിലിരിക്കുകയാണ്. വിലയാണെങ്കിൽ കുതിച്ചു കയറുന്നു. വിഷപച്ചക്കറിക്കെതിരെ പരിശോധന നടത്തുമെന്ന പ്രഖ്യാപനം വാമൊഴിയായി നിലനിൽക്കുന്നു. എന്തു ചെയ്യാം? അനൂപ് ജേക്കബിനെ കുറ്റം പറയാൻ കഴിയുമോ? ഇതിനെല്ലാം പണം വേണ്ടേ? അതാണ് ഉമ്മൻചാണ്ടിയും പറയുന്നത്. ധനവകുപ്പിന്റെ തലവൻ കാരക്കൂട്ടിൽ ദാസൻ എന്ന KM മാണി പണം നൽകാത്തതിനാൽ ആകെ കുഴപ്പത്തിലാണ്. പണം നൽകാതെ പാവം അനൂപ് ജേക്കബിനെ ശരിപ്പെടുത്താനാണ് മാണി ഇപ്പോൾ കത്തിയെടുക്കുന്നത്. മാണിയെ നിയന്ത്രിക്കാൻ എന്താണൊരു മാർഗം? അതെ, ആ ദാസനോടുള്ള കളി വേണ്ട. അവൻ എപ്പോഴാ എന്തിനാ കത്തിയൂരാന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ രമേശൻ നായരെ, ഇതൊന്ന് കൊലപാതകത്തിലേ അവസാനിക്കൂ. ബാർബർ ഗോപി ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണല്ലോ. ഏതെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനൂപ് ജേക്കബിന്റെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ ആയിട്ട് കാണത്തില്ല. മറിച്ച് അവരാവശ്യപ്പെട്ട രീതിയിലുള്ള സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് വന്നിട്ടുള്ളതാണ്. യാതൊരു സംശയമില്ല. കാരക്കൂട്ടിലെ ദാസൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരുത്തൻ മുണ്ടിന്റെ മടക്കി കുത്ത് അഴിച്ചിട്ടില്ലെന്ന് കണ്ടാ മതി, ഉടനെ അയാൾ കത്തിയൂരും. ധനവകുപ്പ് 102 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആകെ വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടി 102 കോടി രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സൂര്യന് കീഴിലുള്ള സകല കാര്യങ്ങൾക്കും കുഴപ്പങ്ങൾക്കും ധനവകുപ്പാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ കള്ളൂടിയന്മാരെ നമ്മൾ നന്നാക്കി, കള്ളന്മാരെ നാട് കടത്തി, കള്ളവാറ്റുകാരെ പിടികൂടി, അപഥസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശൻ നായർ. ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അവൻ പിടിതരണ്ടേ പ്രസിഡന്റ്? അതെ അതെ, പക്ഷെ നമ്മുടെ ആ സങ്കല്പമുണ്ടല്ലോ, സമ്പൂർണ്ണ സന്മാർഗ ഗ്രാമം. ഈ ചട്ടമ്പി കാരക്കൂട്ടിൽ ദാസൻ ഒരൊറ്റ ഒരുത്തനതിന് തടസ്സം. മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലേ? പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസൻ മാത്രമേ ഉള്ളൂ. രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞോളല്ലോ. ഏതായാലും രമേശൻ നായർ ആത്മാർത്ഥമായിട്ടും ശ്രമിക്കണം. രമേശൻ നായർ അങ്ങനെ പലവട്ടം ശ്രമിച്ചാണ് മാണിയെ പുണ്യാളനാക്കിയത്, ബാർക്കോഴയിൽ നിന്ന് രക്ഷിച്ചത്. മാണി പണം നൽകിയാലും ഇല്ലെങ്കിലും അനൂപ് ജേക്കബിന്റെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും കാണാൻ കഴിയില്ല. വിലക്കയറ്റത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നാട്ടുകാരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് മന്ത്രിയുടെ നീക്കം. ഓണത്തിന് അരിയൊക്കെ കിട്ടിയാലായി എന്നതാണ് അവസ്ഥ. കേരളത്തിൽ നാട്ടുകാർ അരിയും പച്ചക്കറിയും ഒന്നും ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ വിലക്കയറ്റവും സാധനക്ഷാമവും ഒക്കെ പ്രതീക്ഷിക്കണം.
മൂപ്പരകത്തുണ്ട് ഇരിക്കി. വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലോ അല്ലേ? അയ്യോ വൈകുന്നേരം ആവല്ലോ. ആ അതെന്ത് പണിയാണ്? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ? അത് ഉച്ചക്കെത്തും എന്ന് വെച്ചാ അതും ഇപ്പൊ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ വിട്ട് താക്കോൽ ഇങ്ങോട്ട് വന്നേക്ക്. എന്തിനായി തുറന്നു വെച്ചിരിക്കുന്നത്? 2005 വിലയാണോ 2010? 2011 വില 2015 എത്തി. 2020 ആകുമ്പോൾ ഇന്നത്തെ വില നിലവാരമായിരിക്കും 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്നത്? ഒരിക്കലുമല്ല. നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക്. പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ നാട്ടുകാരെ എനിക്ക് ചെലവിനിരുന്നേ? ഹസനക്കേട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. ഹസനക്ക പൊന്നിയും മട്ടയും കിട്ടിയിട്ടില്ല. അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്. പൊന്നിയും മട്ടയും മരണ സമയത്ത് വരും. വിലക്കയറ്റത്തിനുള്ള ശാശ്വതമായ പരിഹാരം ഭക്ഷ്യ സ്വയം പര്യാപ്തത തന്നെയാണ്. അതാണ് വിലക്കയറ്റത്തിനുള്ള ശാശ്വതമായ പരിഹാരം. നമുക്ക് ഇവിടെ ഉൽപാദനം വളരെ വളരെ കുറവ്, വെറും 15% ഉൽപാദനം. നമുക്കെല്ലാം വില കുറച്ച് വേണം താനും. അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുക്കാൻ കഴിയുമോ? പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് വില നൽകേണ്ടി വരും. പുറത്തുനിന്ന് സാധനം കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ് അനൂപ് ജേക്കബിന് കാര്യങ്ങളൊന്നും ഭംഗിയായി നടത്താനാവാത്തത്. ഉമ്മൻചാണ്ടിയോടും മാണിയോടും എത്ര കാലമായി പറയുന്നു പുറത്തുനിന്നുള്ള സാധനങ്ങൾ കൃത്യമായി എത്തിക്കാനും അതിനുള്ള പണം നൽകാനും. അവശ്യ സാധനങ്ങൾ ഏതൊക്കെയൊന്ന് കൃത്യമായി എഴുതി കൊടുത്തതാണ്. എന്നിട്ടും മാണി പറയും കാശില്ല കാശില്ല എന്ന്. അതുണ്ടാക്കില്ല ഇതുണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ എന്റെ ലിസ്റ്റ് പ്രകാരമുള്ള സാധനം കൊണ്ടുവന്ന അവിടെ. അതൊക്കെ എന്നോടല്ല, ആ പുള്ളി പർച്ചേസിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള സാധനം കൊണ്ടുവരാൻ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അറിയാൻ പറ്റുള്ളൂ. നേരം എടുത്തപ്പോ തൊട്ടി അങ്ങോട്ട് ഇറങ്ങാം. പർച്ചേസിംഗ് പറഞ്ഞ് ഒത്തിരി കാശ് അമിക്കിയിട്ടുള്ള ആളാ. മൈന 2 കിലോ. മൈനല്ല, മൈദ ദാ തിരിഞ്ഞു പോയതാ. മൂങ്ങ 1 കിലോ. മൂങ്ങല്ല, മാങ്ങയാണ്. ലിപിയുടെ പ്രശ്നം. വെള്ളത്തുള്ളി. വെള്ളത്തുള്ളി അല്ലേ, കുഞ്ഞു വെള്ളത്തുള്ളി. അതാണ് ചോമ്പ്. അതെ, മറ്റേ താഴത്തെ ദീർഘം കയറിപ്പോയ ചേനയും കയറിപ്പോ. വടപ്പലി 1 കിലോ. പടവലം അതാണ് ഞാൻ. മുരുകന്റെ കായോ? മുരിങ്ങന്റെ കായല്ല, മുരിങ്ങക്ക. ഞാനതാ ഉദ്ദേശിച്ചത്. എടുപ്പിച്ചു. തത്തമ്മയല്ല, മത്തങ്ങ. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ലിപിയുടെ പ്രശ്നം തന്നെ. കാലത്ത്. ക്യാരറ്റ്, അതാണ് ക്യാരറ്റ്. കൊത്തുമണി. തണ്ടല്ല, കൊത്തമല്ലി. അത് കറക്റ്റായിട്ട് വായിക്കും. കഷണ്ടിയും ക്രിസ്മസും. കഷണ്ടിയല്ല, കശുവണ്ടിയും ക്രിസ്മസും. എന്തോടെ ഏറ്റാടിയിൽ ഒരു പൂ വരച്ചു വെച്ചിരിക്കുന്നത്? അത് കോളിഫ്ലവർ. എനിക്ക് എഴുതാൻ അറിയില്ല. ബാക്കിയെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും സത്യസന്ധനും ആത്മാർത്ഥത നിറഞ്ഞു നിൽക്കുന്നയാളുമായ ഒരു മന്ത്രിയെ വേറെ എവിടെ കിട്ടും? പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിക്ക്. വിഷപച്ചക്കറിയുടെ കാര്യം വീണ്ടും എടുക്കുക. പരിശോധന പ്രഖ്യാപിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണ് ശ്രീനിവാസനെ പോലുള്ളവർ ചോദിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് ഏകാധിപതികളുടെ സർക്കാരുകളാണ് എന്ന്. തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപതികളെക്കാൾ നല്ലത് സ്വയം വരുന്ന സ്വേച്ഛാധിപതികളാണ് എന്ന്. പുതിയ തലമുറയെ വിഷം നൽകി രോഗത്തിന് കീഴ്പ്പെടുത്തുകയാണല്ലോ നമ്മുടെ ഭരണകൂടം. പുതിയ തലമുറയിലെ ആളുകൾക്കും ശ്രദ്ധയോടെ സ്വന്തം ഭക്ഷണത്തെ പറ്റി നമ്മൾ അറിയിക്കണം. നിങ്ങൾ എനിക്കറിയാം, കുട്ടികൾക്ക് ഒരിക്കലും തവിടുള്ള അരി കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ശീലമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. മുൻ തലമുറയ്ക്ക് വേണ്ടി ക്ഷമ ചോദിക്കാനേ പറ്റൂ. നിങ്ങളെ അങ്ങനെ ശീലിപ്പിച്ചില്ല. അതായത് ഒരു ഗർഭത്തിലിരിക്കുന്ന സ്ത്രീ മോശം ഭക്ഷണം കഴിച്ചാൽ ജനിക്കുന്ന കുട്ടി രോഗിയാവും. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ക്യാൻസർ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് അതില്ലായിരുന്നു. അത് മനസ്സിലാക്കണം. സ്വന്തം കുഞ്ഞിനോടാണ് ഈ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ അമേരിക്കയിൽ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ പല സ്ഥലത്തും മരുന്നിലും ഭക്ഷണത്തിലും മായം ചേർത്താൽ തലവെട്ടും. ചോദ്യമില്ല, അവർക്കത് ചെയ്യാം. അവിടെ ജനാധിപത്യമില്ല. ചോദിക്കാനും പറയാനും ആളുകൾ അതുകൊണ്ടാണെന്ന് വേണമെന്ന് പറയാം. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വേച്ഛാധിപത്യം വേണോ, അല്ല ശരിക്കുള്ള സ്വേച്ഛാധിപതികൾ വേണോ. നമുക്ക് തിരഞ്ഞെടുക്കാൻ ആ രീതിയിലുള്ള ഭരണഘടനാ പ്രകാരം നമുക്ക് അവകാശമുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയോടുകൂടി ഒരുമിച്ച് പോകാനേ പറ്റും. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ കുറവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ തൂക്കിക്കൊല്ലും മരുന്നിനും ഭക്ഷണത്തിനും മായം ചേർത്താൽ. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ബോർഡറിൽ വെച്ച് വാഹനങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾ മുഴുവൻ ഭീഷണി മുഴക്കി കേരളത്തിലെ ഒരു വാഹനം അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി സംഭവം തോന്നും. ഒരു പരിശോധന കാണുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് ശ്രീനിവാസൻ ക്യാൻസർ ആശുപത്രിയെ എതിർക്കുന്നതും. ഞാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാബുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. അതിനേക്കാളും വേണ്ടത്
450 കോടി രൂപ മുടക്കി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനേക്കാളും നല്ലത് അതിൽ 50 കോടി മുടക്കി 5000 പേർക്ക് ക്യാൻസർ വരാത്ത ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ അപ്പോൾ അത് വിവാദമാക്കാൻ വേണ്ടി ചിലർക്ക് ശ്രമിച്ചു. കുറേ പത്രക്കാരും കുറേ ചാനലിൻ്റെ ആളുകളൊക്കെ ഏറ്റെടുത്ത് എന്നെ വിളിച്ചു. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു അത് ഞാനൊരു സിനിമയ്ക്ക് കഥയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകം അറിയും. ആ സിനിമയിലൂടെ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്വല്പം സ്വാർത്ഥമതിയും കൂടി ആയതുകൊണ്ട് തൽക്കാലം എല്ലാവരോടും ഇത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചാനലിൻ്റെ ആളെന്നോട് പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് നല്ല സംഭവം കിട്ടുന്നില്ല, ഒന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. തമിഴ്നാട്ടിനെ പേടിച്ച് മലയാളിയെ ബലി കൊടുക്കുന്നു എന്നർത്ഥം. എന്തായാലും ഇക്കാര്യത്തിൽ ശ്രീനിവാസൻ മാതൃകയായി ഉയർത്തിക്കാട്ടുക ക്യൂബയാണ്. ഒരു ക്യൂബ മുകുന്ദനായി അവതരിച്ചതുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ ക്യൂബ ഒരു സംഭവം തന്നെയാണത്രേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് മുന്നേറിയിട്ടുള്ള ഒരു രാജ്യം ക്യൂബയാണ്. കൃഷിയിൽ ഞാൻ പണ്ട് കർണിക്കറിൽ ക്യൂബ മുകുന്ദനായിട്ട് അഭിനയിച്ചുകൊണ്ട് പറയുന്നതല്ല. അത് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പെട്ടെന്ന് ക്യൂബ ആകെ പ്രശ്നത്തിലായി. കാരണം അവർ പ്രധാനമായും കരിമ്പാണ് അവർ കൃഷി ചെയ്യുന്നത്. കരിമ്പ് ഡെയിലി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കയറ്റി അയച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ ക്യൂബയിൽ ഇറക്കിയിരുന്നത്. റഷ്യയായിരുന്നു അവരെ സഹായിച്ചത്. അങ്ങനെ ആ റഷ്യ തകർന്നപ്പോൾ പെട്ടെന്ന് അവർ അന്ധകാരത്തിലായി. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ വലിയ പൈസ കൊടുത്ത് മറ്റു നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? സ്വന്തമായി കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എല്ലാ തരത്തിലുള്ള കൃഷി. അപ്പം മനുഷ്യൻ ഗതികെട്ടാൽ അത് ചെയ്യേണ്ടി വരും. ഗതികിടാത്തത് കൊണ്ടാണ് നമ്മൾ പലരും ചെയ്യാത്തത്. ക്യൂബയെ അറിയാൻ നിന്നില്ലെങ്കിലും നാട്ടുകാരെ ഓർത്തെങ്കിലും വിഷത്തിൽ നിന്ന് ഉടൻ മുക്തി ലഭിക്കാനുള്ള ബുദ്ധി ഓരോരുത്തർക്കും ഉദിക്കട്ടെ എന്ന് ആശംസിക്കാം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ബലരാമ വിലാപം. അക്രമ സംഭവങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിലും പ്രതികളെ സംരക്ഷിക്കുന്നതിലും എന്തരാണെന്നറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും.